സെക്രട്ടറി വരാതെ എങ്ങനെ മീറ്റിംഗ് കൂടുന്നേ? വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഔദ്യോഗിക മീറ്റിംഗ് ഒന്നും അല്ലല്ലോ. പുള്ളി വരട്ടെ, നമുക്ക് തുടങ്ങാം. അതെ, പുള്ളിക്കാരൻ പറഞ്ഞ സമയത്ത് എത്തുന്ന ആളാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും. ദേ ആള് വന്നല്ലോ. സോറി കേട്ടോ, ഫോൺ ഓഫായി പോയി. ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ENT ഡോക്ടറെ കാണാൻ പോയതായിരുന്നു. മകൻ എന്തു പറ്റി? ചെവിയിലും മൂളക്കവും കേൾവിക്കുറവും. പിള്ളേരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കില്ലല്ലോ. നമ്മൾ തന്ത വൈബല്ലേ. 24 മണിക്കൂറും ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് എടുക്കില്ല. അവൻ കേൾക്കുന്ന പാട്ട് 10 അടി ദൂരെ ഇരിക്കുന്ന എനിക്ക് കേൾക്കാം. അന്നേരമൊക്കെ ഞാൻ പറയും, എടാ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഒന്നുകിൽ നീ സൗണ്ട് കുറയ്ക്കേ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ടൈം കുറയ്ക്ക്. ആര് കേൾക്കാൻ? ഇപ്പോൾ ദേ ഡോക്ടർ പറയുന്നു അമിത ശബ്ദത്തിൽ നിരന്തരം ഈ കുന്ത്രാണ്ടം ചെവിയിൽ കുത്തിക്കയറ്റിയിട്ടുണ്ടായ പ്രശ്നമാണെന്ന്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. സ്വന്തം ആരോഗ്യം തന്നെത്താൻ ഇരുന്നങ്ങ് തകർക്കുക. ജലമലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം, പരിസര മലിനീകരണം എന്നിവയൊക്കെ പോലെ ദോഷകരമാണ് ശബ്ദമലിനീകരണവും. വലിയ ശബ്ദമുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഹെഡ്സെറ്റിലൂടെ വലിയ ശബ്ദം ചെവിയിൽ കുത്തിത്തിരുകുന്നവർക്കും പലതരത്തിലുള്ള കേൾവി തകരാറുകൾ വന്നു ചേരും. പലരും ദിവസവും മണിക്കൂറുകളോളമാണ് വലിയ ശബ്ദത്തിൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത്. തീർച്ചയായും ആ പ്രവൃത്തി നിങ്ങളുടെ കേൾവിയുടെയും ചെവിയുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യും. കാരണം ചെവിയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഇയർഫോണിലൂടെയുള്ള ശബ്ദവും ഉപയോഗിക്കുന്ന സമയവും പരിമിതപ്പെടുത്തുക. ചെവിയുടെ ആരോഗ്യം സംരക്ഷിക്കുക. ലെറ്റ് us change.